നമസ്കാരം. കോടതിയാണ് നിയമമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ പൗരന് തോന്നുന്ന ബഹുമാനവും പ്രതീക്ഷയുമൊക്കെ ചില ജഡ്ജിമാർ നിഷ്കരുണം ചവിട്ടിമെതിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ കാര്യം എന്താവും എന്ന ഗുരുതരമായ ചിന്തയാണ് ഇപ്പോൾ ഉയരുന്നത്. കീഴ്ക്കോടതി ഉത്തരവ് ഒന്ന് വായിച്ചു പോലും നോക്കാതെ ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ജാമ്യം റദ്ദാക്കിയ രീതിയെക്കുറിച്ച് ഡൽഹി ഹൈക്കോടതിയിലെയും ജില്ലാ കോടതികളിലെയും 150 അഭിഭാഷകരുടെ പ്രതിനിധി സംഘം ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കത്തയച്ചതോടെയാണ് ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഡൽഹി മുഖ്യമന്ത്രിക്ക് വിചാരണ കോടതി നൽകിയ ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ജസ്റ്റിസ് സുധീർ കുമാർ ജെയിനിന്റെ സഹോദരൻ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുന്നയാളാണെന്നും അയാളുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് അനുവദിച്ച ജാമ്യം റദ്ദാക്കാൻ ജഡ്ജി തയ്യാറായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ 150-ലധികം അഭിഭാഷകർ രംഗത്തു വന്നത്. ഡൽഹിയിലെ മദ്യനയം സംബന്ധിച്ച EDയുടെ കേസിലാണ് കെജ്രിവാൾ അറസ്റ്റിലാകുകയും ജാമ്യം തേടുകയും ചെയ്തത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യ ഏജൻസിയായ ED മാർച്ചിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം അവസാനം കെജ്രിവാളിന് റൂസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ അസാധാരണമായ വേഗത്തിൽ അന്ന് പാതിരാത്രി തന്നെ ചോദ്യം ചെയ്ത് CBI അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ജൂൺ 20-ന് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ED മുഖ്യമന്ത്രിക്കെതിരെ പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ജയിൽവാസത്തിന് മതിയായ തെളിവുകൾ ED നൽകിയില്ലെന്ന് അവധിക്കാല ജഡ്ജി നിയയ് ബിന്ദു പറഞ്ഞ കേസിലാണ് CBI ഇത്തരത്തിൽ പെരുമാറിയതെന്ന് ഓർക്കണം. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അഭിഭാഷകർ തയ്യാറാക്കിയ കത്തിൽ EDയുടെ കോൺസലായി പ്രവർത്തിക്കുന്ന ജഡ്ജിയുടെ അടുത്ത ബന്ധുവിന്റെ വഴിവിട്ട ഇടപെടലിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ തന്റെ യഥാർത്ഥ സഹോദരൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകനായതിനാൽ നടപടികളിൽ നിന്ന് സ്വയം പിന്മാറണമായിരുന്നു. ഈ വ്യക്തമായ താൽപര്യ വൈരുദ്ധ്യം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ ഒരിക്കലും കണക്കിലെടുത്തില്ല. കെജ്രിവാളിന്റെ ജാമ്യത്തെ ചോദ്യം ചെയ്യാൻ EDക്ക് ജസ്റ്റിസ് ജെയിൻ അനുമതി നൽകിയതും ജാമ്യ ഉത്തരവിന് സ്റ്റേ നൽകിയതും അഭൂതപൂർവമായ നീക്കത്തിലൂടെ കീഴ്ക്കോടതി വിധി ഔദ്യോഗികമായി അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അസാധാരണമായ വേഗത്തിലായിരുന്നുവെന്ന് അഭിഭാഷകർ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് നൽകിയ കത്തിൽ അഭിഭാഷകർ എടുത്തു പറഞ്ഞു. വേനൽക്കാലത്ത് പ്രവർത്തിക്കുന്ന അവധിക്കാല കോടതികളോട് അന്തിമ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർദ്ദേശിച്ച് റൂസ് അവന്യൂ കോടതിയിലെ ജില്ലാ ജഡ്ജി പുറപ്പെടുവിച്ച ആഭ്യന്തര ഭരണപരമായ ഉത്തരവും ആം ആദ്മി പാർട്ടിയുടെ പ്രധാന അഭിഭാഷകൻ സഞ്ജീവ് നസിയാർ ഉൾപ്പെടുന്ന പ്രതിനിധികൾ ഉയർത്തിക്കാട്ടിയിട്ടും അസാധാരണമായ വിധി പ്രസ്താവിക്കാൻ ഹൈക്കോടതി ജഡ്ജി തിടുക്കം കൂട്ടി. അവധിക്ക് ശേഷം സാധാരണ കോടതികൾക്ക് നോട്ടീസ് നൽകാൻ മാത്രമാണ് അധികാരം എന്നിരിക്കെയാണ് ഇത്തരം അസ്വാഭാവികമായ നടപടി ഒരു ഹൈക്കോടതി ജഡ്ജിയിൽ നിന്നും ഉണ്ടായത്. ഈ നീക്കം അവധിക്കാല കോടതികളുടെ ഉദ്ദേശത്തെ തുരങ്കം വെക്കുന്നതാണെന്നും അത്തരമൊരു ഉത്തരവിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അഭിഭാഷകർ നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. തികഞ്ഞ നീതിരാഹിത്യവും നിയമ നടപടികളുടെ വക്രീകരണവും നഗ്നമായ കീഴ്വഴക്ക ലംഘനവും കണ്ട ഹൈക്കോടതി ജഡ്ജിയുടെ ഈ നടപടിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് അഭിഭാഷകരുടെ കത്ത് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. നേരത്തെ ഒരു ദേശീയ പാർട്ടിയുടെ മേധാവി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കുന്നതിന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി കീഴ്ക്കോടതി കാണിച്ച ഈ അനീതി കൂടി കണക്കിലെടുത്ത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.